ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനുള്ളത് പുളിമുട്ടിലാട്ടോ. അപ്പോൾ പുളിമുട്ടത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഗൈസ്, അവിടെ പുളിമുട്ടിൽ ഏകദേശം 6:13 സമയത്താണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. കട്ടയിലൊക്കെ നല്ല പാറി കളി, കുറേ ആൾക്ക് വെള്ളത്തിൽ നിന്ന് കളിക്കും. ഞാൻ അങ്ങനത്തെ രസമുണ്ട് ഇപ്പോൾ സംബന്ധിച്ച് നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ കഴിയില്ല കേട്ടോ. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റിയത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി കാണാൻ സൺസെറ്റ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സൺസെറ്റ് ആയിരുന്നു കേട്ടോ. നല്ല മഞ്ഞുണ്ട്. ഈ സൂം ചെയ്യുമ്പോൾ എനിക്ക് നല്ലപോലെ കാണാൻ സാധിക്കാറുണ്ട്. എനിക്ക് ദൂരത്ത് നട്ടെടുക്കണം. പിന്നെ ഞാൻ കുറേ ഇങ്ങനെ കാലം കുത്തി കളിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് കാലക്കാട്ടി കളിച്ച് പിന്നെ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ പുളിമുട്ടത്തെ നമ്മുടെ ആകാശത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല മഞ്ഞൂരുള്ള വ്യൂ ആയിരുന്നു കേട്ടോ. ആകാശത്തെ വ്യൂ അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി തോന്നി. ഞാൻ വിചാരിച്ച അറ്റം വരെ പോയി അച്ഛനും ബ്യൂട്ടിഫുൾ ആട്ടോ വ്യൂ കാണാൻ. എല്ലാ വ്യൂസും ഒരു വ്യൂ അല്ല, 2 വ്യൂ അല്ല, എല്ലാ വ്യൂസാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കാറൊക്കെല്ലാം ബ്രേക്ക് വട്ട സൈക്കിൾ കുറേ കാണുന്നുണ്ട്. ആകാശം പറഞ്ഞാൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സമയത്തൊക്കെ വരുന്നെങ്കിലും, പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല വ്യൂസ് ഞാൻ കാണട്ടോ. എത്ര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മലകളും കാടുകളും എല്ലാം എന്നിട്ടുള്ള വ്യൂ ആയിരുന്നു. അങ്ങനെ സൂര്യൻ്റെ സൺസെറ്റായിരുന്നു ഏറ്റവും വലിയ പ്രധാനം കേട്ടോ. ലാസ്റ്റ് വരെ പോകണമെന്ന് വിചാരിച്ച് ലാസ്റ്റ് പോകാത്തതാണ്. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾ വരെ മനം കൊള്ളുന്നു. പിന്നെ ഗൈസ്, ഞാൻ നേരെ മുന്നോട്ട് ഇങ്ങനെ നടക്കണേ എവിടെ അവസാനിക്കും. ഞാൻ ഓടി ചാടി എന്നിട്ട് അവസാനിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഗൈസ്, അവിടേക്കാണ് നമ്മുടെ ചാലിയം വരുന്നത്. ചാലിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു വേറെ ലെവൽ സാധനം കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ സീറ്റൊക്കെ കണ്ടീന് ആടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അറിയാലോ, ഞാനൊരു വീഡിയോ തൊണ്ടെത്തിയാണ്. എന്താ വെച്ചാൽ എനിക്ക് ആട് പറഞ്ഞാൽ വലിയ പേടിയാണ്. അതുകൊണ്ടാട്ടോ ഞാൻ അവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആസ്വദിക്കായിരുന്നു. നല്ല ഭംഗിയുള്ള വ്യൂ. പിന്നെയും മുന്നോട്ട് പോയാലും ഞാൻ എൻ്റെ എത്തും. പക്ഷെ എൻ്റെ എത്താൻ കുറേ ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ വിളിച്ച് കുറച്ച് പോകും. അങ്ങനെ പോയിട്ട് തന്നെ ഈ വ്യൂ കാണാം. പക്ഷെ ഒന്നും മടുക്കുന്നില്ല. സൺസെറ്റ് കാണുന്നുള്ള ആഗ്രഹത്തിൽ പോവാം കേട്ടോ. ഇത് ഗൈസ്, ഇതൊക്കെയായിരുന്നു. പിന്നെ ഞാൻ ഇവിടേക്ക് വരെ വന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾ ഈ ടൈമിൽ പുളിമുട്ടോ ഇതിലൊക്കെ വന്ന ഗൈസ്, നിങ്ങൾ തന്നെ അമ്പരുന്നു. ഞാൻ തന്നെ നെറ്റിപ്പോയി, എനിക്ക് വീഡിയോയിൽ കിട്ടുക അറിയില്ല. എന്നാൽ ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. പോകുമ്പോഴും ബ്യൂട്ടിഫുൾ, വരുമ്പോഴും ബ്യൂട്ടിഫുൾ. പിന്നെ ഗൈസ്, അതാണെങ്കിലോ ഇങ്ങനെ ഞാൻ സൺസെറ്റിൻ്റെ കാത്തൊക്കെയായിരുന്നു. പിന്നെ എനിക്ക് വിശന്നു. അപ്പം ഇങ്ങനെ നടക്കല്ലേ, അപ്പോൾ ഐസ്ക്രീമൊക്കെ തിന്നു. ഞങ്ങൾ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇന്നെ കഥയും പറഞ്ഞു പോവുക. അവിടെയാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് കുട്ടപ്പനുള്ളത്. ഇപ്പോൾ ലൈറ്റ് ഹൗസിന് കണ്ടാലോ അവിടെ നിങ്ങളെ ആയിരിക്കും. ഞങ്ങൾ ലൈറ്റ് ഹൗസ് ആദ്യമായിട്ട് കാണാം. അതെ, ലൈറ്റ് ഹൗസ് ആണ് കഴിച്ചത്. ലൈറ്റ് ഹൗസ് ഉണ്ട്, അപ്പുറത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട്. ആൻഡ് ഇതൊരു അടിപൊളി പാത്താണ്. പിന്നെ ഗൈസ്, നമ്മുടെ സൂര്യൻ ഏകദേശം പോവാനായിട്ടുണ്ട് ഗൈസ്. സമയം ഇപ്പോൾ പറഞ്ഞു തരാം. സമയം ഗൈസ്, ഇപ്പോൾ സമയം 6:14 ആയിരുന്നു. നേരത്തെ സമയം നോക്കാൻ പറ്റും. 6:18 അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ തുണികളൊക്കെ പിന്നെ ഗൈസ്, ഇപ്പോഴാണെങ്കിലോ കപ്പലൊന്നും പോകണമെന്നില്ല കേട്ടോ. കപ്പൽ പോകുന്നില്ല. ജങ്കറ് പോലെയൊക്കെ നിർത്തി മറ്റേ കപ്പലൊന്നും പോകുന്നില്ല കേട്ടോ. കുറച്ച് കമ്മലടക്കുണ്ടെങ്കിലും എന്നിട്ട് ഇങ്ങനെ കപ്പലൊക്കെ അവിടെ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. കപ്പലായിരുന്നു അവിടെ നിൽക്കുന്നത്. കപ്പലൊക്കെ ആയിരുന്നു കേട്ടോ. ഒരുപാട് കപ്പലായിരുന്നു കേട്ടോ. ആ വ്യൂ ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആയിരുന്നു കേട്ടോ. ആ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നേരം നോക്കി നിന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യൂ ആണ് ആ ഒരു വ്യൂ. അത് ഞാൻ നടന്നത് ആകാശത്തിലാണെങ്കിൽ അതിനെക്കാട്ടി വലിയ വ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് ആയിരിക്കും മിസ് ചെയ്യരുത്. ഈ സമയത്തൊക്കെ വന്നാൽ ഇത്ര വലിയ വ്യൂ കാണും. ഇത് പേടിയാണ്, ഇത് മാത്രമാണോ അറിയില്ല. പിന്നെ എനിക്ക് പോറടിച്ചപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു ആ വ്യൂ കണ്ട ആസ്വദിക്കും. എത്രയുണ്ട് അങ്ങനെ ഇത് കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് കിട്ടാം നമ്മളെ വ്യൂ എന്ന് പറഞ്ഞാൽ. പിന്നെ കുറേ ബോട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഞാനിത് ഇവിടൊക്കെ വ്യൂ ഇങ്ങനെ മാറുന്നുണ്ട് കേട്ടോ. സൺസെറ്റ് എന്ന് പറഞ്ഞത് സൺസെറ്റായിട്ടില്ല, വേറെ ഒരു നമ്മുടെ കടലത്ത് കണ്ടില്ല ഗൈസ്, ഉപ്പ് കഴിഞ്ഞ പോലെ എല്ലാവരും പറഞ്ഞു. എനിക്ക് തോന്നുന്നു അത് തന്നെ സംഭവം ആണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ഉപ്പ് കഴിഞ്ഞതായിരിക്കും. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. എത്ര ആരും മിസ് ചെയ്യണ്ടേ. നല്ല കാട് കഴിഞ്ഞു. എന്താ കാറ്റ് കഴിച്ച് എനിക്ക് പേടിയൊന്നും എൻ്റെ ഫോണിൻ്റെ കയ്യിൽ നിന്ന് വിടുന്നു.
അവിടെയൊക്കെ ബോട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. കപ്പലല്ല, ബോട്ട്. ഏകദേശം ഒരു ഡാർക്കായിട്ട് വരുന്നുണ്ട്. ഫുള്ളും കാർമേഘം നല്ല എന്തൊരു മേഘങ്ങളൊക്കെ വെച്ച് അടിച്ചു മൂടിയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ.